ഡോക്ടർ നൗഷാദ്, ഫോർട്ട് കൊച്ചി താലൂക്ക് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു കംപ്ലൈൻറ്റ് കുട്ടികളുടെ കരച്ചിലാണ്. അതും രാത്രികാലങ്ങളിൽ. അത് പ്രത്യേകിച്ച് ജനിച്ച സമയം മുതൽ ഒരു ആദ്യത്തെ 3 തൊട്ട് 6 മാസം വരെയാണ്. അപ്പം കരച്ചിൽ കാരണം മാതാപിതാക്കളും വീട്ടിലുള്ളവരെല്ലാവരും ബുദ്ധിമുട്ടുക. കാരണം ഒരു രീതിയിലും കരച്ചിൽ നിൽക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് വരുന്നത് രണ്ട് കാര്യങ്ങളാണ് കരച്ചിലിൻ്റെ മെയിൻ കാര്യം. ഒന്ന് വയറുവേദന, 2 ചെവി വേദന. ഈ 2 കാര്യം കൊണ്ടാണ് കുട്ടികൾ സാധാരണ കരച്ചിലുണ്ടാകുന്നത്. അത് ഏതെന്ന് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കരച്ചിൽ നിൽക്കും. അപ്പോൾ ഒന്ന് ചെവി വേദനയാണോ എന്ന് അറിയാമെങ്കിൽ കുഞ്ഞിന് മിക്കവാറും പനിയും ജലദോഷവും ഉണ്ടാവും. അപ്പം അതിനുള്ള പനിക്കുള്ള മരുന്നും ജലദോഷത്തിനുള്ള മരുന്നും കൊടുക്കുമ്പോഴത്തേക്ക് ആ കരച്ചിൽ, ചെവി വേദന കൊണ്ടുള്ള കരച്ചിൽ മാറും. അതേസമയം വയറുവേദനയുള്ള കരച്ചിലാണെങ്കിൽ നമ്മൾ തോളത്തിട്ട് തട്ടുകയും കമത്തി കാലിൽ ഇട്ട് തട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറയും. ചേർത്ത് പിടിച്ചാൽ, അതായത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ചാൽ വേദന കുറയും. അപ്പോൾ അതിന് നമ്മൾ എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ വേദനയ്ക്കുള്ള മരുന്ന് ഡ്രോപ്സ് കൊടുക്കും. അതുകൊണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ കരച്ചിൽ മാറും. ഇതാണ് മെയിനായിട്ട് കരച്ചിലിനെ പറ്റി പറയാനുള്ളത്.